എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, അതാ പ്രശ്നം. ഇവിടെ എനിക്കറിയില്ല. അയ്യ അതൊക്കെ എങ്ങനെയാ പറയാ? അയ്യ അത് വേണ്ട. പ്രപ്പോസ് ചെയ്തത് ഞാനാണ്. അവിടെ എല്ലാവരോടും ചോദിച്ചതിന് ശേഷം ഞാൻ ആളോട് പറഞ്ഞു. അതിൻ്റെ വീട്ടിൽ സംസാരിച്ചിട്ട് പറയാൻ പറഞ്ഞു. വീട്ടിലാദ്യം സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷം പാപ്പനോടൊക്കെ പറഞ്ഞ് ആള് ഇടപെട്ട് സംസാരിച്ച് ഒക്കെ ഓക്കെ ആയി. എന്നും എൻ്റെ നിനവാകാം, നിന്റെ പാതിമാനമാകാം, നീയമുറവ തേടും നദിയായി. 1 ഇയറിലെ റിലേഷനായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഒരുമിച്ചാണ്. അപ്പം അങ്ങനെ കണ്ട് പിന്നെ രണ്ടാൾക്കും അങ്ങോട്ടും സംസാരിച്ച് ഇഷ്ടമായി. പിന്നെ വീട്ടിൽ സംസാരിച്ചു, ഞാൻ ഓക്കെ ആയി. ലാസ്റ്റ് വീട്ടിൽ സംസാരിച്ചിട്ട് കിടന്നപ്പോൾ അമ്മ വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞല്ലേ. പാവാണ്, എല്ലാവരോടും നല്ല ഹെൽത്തി മെൻറ്റാലിറ്റി ഉണ്ട്. പിന്നെ എല്ലാത്തിലും ചാടിക്ക് ഇടപെടാറ്. ഞാൻ ഇപ്പോൾ മോശമാണെന്ന് പറയാറുണ്ട്. പിന്നെ ചേട്ടാ അവൻ എൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടുകാർ തമ്മിൽ ഒരു ഇതുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ ഇത്ര അകലേക്ക് കൊടുക്കേണ്ട കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവസാനം നമ്മൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു. അതിലേറ്റവും നല്ല ഇതായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തത് പെൺകുട്ടിയുടെ പാപ്പനാണ്. പാപ്പൻ വീട്ടിൽ സംസാരിച്ചു, അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. എൻ്റെ ഒരു അനിയത്തി മാത്രമല്ല, മോളെ പോലെ തന്നെയാണ്. അവളെ എല്ലാ കാര്യം പറയാറുണ്ട്. ഓളൊരു പെറ്റാണ് എല്ലാവരുടെയും. വീട്ടിലെ ഏറ്റവും ഇളയതായതുകൊണ്ട് എല്ലാവർക്കും അവള് ഭയങ്കര കാര്യമാണ്. ഓളും കുറച്ച് കുസൃതിയാണ്. സ്നേഹയുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല പാവാണ്. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹ നന്നായിട്ട് ദേഷ്യപ്പെടും. എല്ലാവരുടെ അടുത്തൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് മാത്രം. പിന്നെ ക്യാരക്ടർ രാത്രി 12 മണി ആയാലും അവൾക്ക് വിശക്കും. അപ്പൊ പുറത്ത് പോയി ഫുഡ് കഴിക്കണം. അവൻ നല്ല ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. വേറെ എല്ലാവരായിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്.